പ്രിയപ്പെട്ടവരെ, എന്താണ് മൾട്ടി ഡയമെൻഷണൽ ലേണിംഗ് അപ്രോച്ച്? PSC പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വളരെ വിപുലമായ സിലബസ് കവർ ചെയ്യാനുണ്ട്, പല സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. എന്നാൽ നമുക്ക് കറണ്ട് അഫയേഴ്സിനോട് കണക്ട് ചെയ്ത് ഈ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഇങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ട് വിവിധ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് സബ്ജക്റ്റിനെ നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാറില്ല. എങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ നമ്മൾ ഇഷ്ടമുള്ള നമുക്ക് സിലബസിലുള്ള സബ്ജക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കണം, ചോദ്യം എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാൻ പോവുകയാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻസ്. ഈ ഒരു ടോപ്പിക്കിലൂടെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ പല ആസ്പെക്റ്റിൽ എങ്ങനെ ചോദ്യം വരാം എന്നതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ന്യൂസിൽ വായിച്ചത്, ഇന്ത്യ വാണ്ട്സ് ടു എൻഗേജ് വിത്ത് ഗവൺമെന്റ് ഓഫ് പീപ്പിൾ ഓഫ് അഫ്ഗാനിസ്ഥാൻ ഓൺ ഡെവലപ്മെന്റ് കോപ്പറേഷൻ. വളരെ വൈകാരികമായി നമ്മൾ ടെററിസത്തിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും താലിബാനുമായിട്ട് ഒരു സന്ധിയില്ല, ചർച്ചയില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ വാർത്തയിൽ വന്നത് ഇന്ത്യൻ പ്രതിനിധികളും അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പ്രതിനിധികളും ദുബായിൽ വെച്ചിട്ട് മീറ്റിംഗ് നടത്തി എന്നതാണ്. അപ്പൊ ഈ മീറ്റിങ്ങിന് എന്താണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ പ്രസക്തി? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശ് അല്ലെ, ബംഗ്ലാദേശിൽ ഒരു ഇന്റീരിയം ഗവൺമെന്റ് വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുന്നു. അപ്പോൾ ഇന്ത്യയും താലിബാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു അടുപ്പം എന്ന് പറയുന്നത് ഈ ഏരിയയിലെ പവർ ബാലൻസിന് ഒക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രാധാന്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാന് എത്രത്തോളം പ്രസക്തിയുണ്ട്, പൊളിറ്റിക്കൽ ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും എക്കണോമിക്കൽ ആണെങ്കിലും ഒക്കെ ഈ ഒരു രാജ്യം ലോക ഭൂപടത്തിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ അല്ലെ ഈ ഒരു റീജിയണിലെ പവർ ബാലൻസിനെ അല്ലെങ്കിൽ ഇക്വേഷൻസിനെ എങ്ങനെ ബാധിക്കുന്നു, ഇത് എന്തൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു വാർത്തയിൽ വന്ന ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭൂപടത്തിൽ അഥവാ മാപ്പിൽ അഫ്ഗാനിസ്ഥാന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ഇന്ത്യ നിങ്ങൾ മാപ്പിൽ കാണുന്നുണ്ടാവും. ഇതാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ നിങ്ങൾ നോക്കിയേ, പാകിസ്ഥാൻ ഉണ്ട്, ഇറാൻ ഉണ്ട്, തുർക്ക്മെനിസ്ഥാൻ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, തജിക്കിസ്ഥാൻ ഉണ്ട്, ചൈനയുണ്ട്. അപ്പൊ നമ്മൾ പാക് ഒക്കുപൈഡ് കാശ്മീർ ഇന്ത്യയുടെ ആണ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് നിലവിൽ ഇപ്പോൾ ഫിസിക്കലി ആ ബോർഡർ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. എന്നാലും നമ്മൾ POK ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ ഈ ഒരു മാപ്പിലുള്ള ലൊക്കേഷൻ ഒന്ന് ഏകദേശം മനസ്സിലാക്കണം. ഇത്രയേറെ രാജ്യങ്ങൾ ഏകദേശം സൗത്ത് ഏഷ്യയിലെയും സെൻട്രൽ ഏഷ്യയിലെയും രാജ്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള അല്ലെ, ഇവിടെ എവിടെയും സീയിലുള്ള കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കാബൂൾ ക്യാപിറ്റലാണ്, മസാറി ഷരീഫ്, പിന്നെ കണ്ടഹാർ, ഇങ്ങനത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഏതൊരു കാര്യം വാർത്തയിൽ കാണുമ്പോൾ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ മാപ്പിലെ ലൊക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി. ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ, ഇന്ന് താലിബാൻ ടേക്ക് ഓവറിന് ശേഷം ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത്. മുമ്പ് നമ്മൾ മാപ്പിൽ കാണിച്ചതുപോലെ തന്നെ ഇതൊരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് അല്ലെ. സൗത്ത് ഏഷ്യയിലെയും സെൻട്രൽ ഏഷ്യയിലെയും രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ബഫർ ആയിട്ട് നിൽക്കുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് നേഷൻ ആണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ചൈന തുടങ്ങിയവരാണ് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ. ക്യാപിറ്റൽ കാബൂൾ ആണ്. ഏകദേശം 35 മില്യൺ വരുന്ന പോപ്പുലേഷൻ ആണ് അഫ്ഗാനിസ്ഥാനിൽ ഉള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഗ്രേവ് യാർഡ് ഓഫ് എംപയേഴ്സ്, വിവിധ എംപയറുകൾ. അത് നമ്മൾ പറയുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി നമുക്ക് ഇന്ത്യക്ക് പഠിക്കാനുള്ളതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ
ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിൽ മാറി വന്നിട്ട് ഉള്ള നിരവധി എംപയേഴ്സ് ഉണ്ട്. അതിനാൽ തന്നെ ഒരു പറമ്പ് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ് ഓഫ് എംപയേഴ്സ് എന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്ര പുരാതനമായ കാലം തൊട്ട് പേർഷ്യൻസ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മൗര്യൻസ്, അറബ് മുസ്ലിംസ്, മംഗോൾസ്, ബ്രിട്ടീഷ്, സോവിയറ്റ് യൂണിയൻ, US ലെഡ് കോയലേഷൻ, ഇവരെല്ലാവരും അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നിട്ടുള്ളതായിട്ടും അഫ്ഗാനിസ്ഥാൻ ഭരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പതിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അഫ്ഗാനിസ്ഥാന് വേണ്ടേ? എന്താണ് ആ പ്രത്യേകത? മോഡേൺ സ്റ്റേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ശരിക്കും ദുരാനി എംപയർ 18th സെഞ്ചുറിയിൽ നമ്മുടെ ഒരു മോഡേൺ ഹിസ്റ്ററിയുടെ കാലഘട്ടത്തിൽ ദുരാനി എംപയർ തൊട്ടാണ് ആധുനിക അഫ്ഗാനിസ്ഥാനെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെയാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രാധാന്യത്തിന് കാരണം. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അഫ്ഗാനിസ്ഥാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയെ ഭരിച്ചിരുന്ന ഒരു കോളനി വൽക്കരണം നടന്നിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മേജർ എംപയേഴ്സ് എല്ലാം ഇമ്പീരിയലിസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പല ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് പല പല കോളനികൾ ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടൻ എന്ത് ചെയ്തു? ഇന്ത്യയെ കോളനിയാക്കി, അല്ലെ? അപ്പൊ തൊട്ട് മുകളിലായിട്ട് അന്ന് നമുക്ക് സോവിയറ്റ് യൂണിയനാണ് ഉള്ളത്. സോവിയറ്റ് യൂണിയൻ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലുള്ള നാച്ചുറൽ റിസോഴ്സസിൽ ഒരു കണ്ണ് നട്ടിരുന്നു. അപ്പം ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് വരാതിരിക്കാൻ ബ്രിട്ടൻ അഫ്ഗാനിസ്ഥാനെ ഒരു ബഫർ സോണായിട്ട് നിർത്തുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ അന്ന് സോവിയറ്റ് യൂണിയന്റെയും ഗ്രേറ്റ് ബ്രിട്ടന്റെയും ഇടയിലുള്ള ഒരു ബഫർ സോണായിട്ട് അഫ്ഗാനിസ്ഥാൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് 18th സെഞ്ചുറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഭരിച്ചിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഭരിച്ചിരുന്ന റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ 1838 to 1842, സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ 1878 to 1880. അപ്പൊ ഈ ബ്രിട്ടീഷുകാരും അന്നത്തെ അഫ്ഗാൻ രാജാക്കന്മാരുമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് യുദ്ധങ്ങളിലും ബ്രിട്ടൻ ജയിക്കുക തന്നെ ചെയ്തു. മൂന്നാമത്തെ ആംഗ്ലോ അഫ്ഗാൻ വാർ 1919 വന്നത്. അപ്പൊ ഈ ഒരു വാറിന് ശേഷം ബ്രിട്ടന് മനസ്സിലായി അഫ്ഗാനിസ്ഥാനെ എന്ത് ചെയ്യുന്നു, ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അവിടേക്ക് ചെന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വീണ്ടും ഇന്ത്യയെ തന്നെ അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണ്. അപ്പം അഫ്ഗാനിസ്ഥാനെ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് നിർത്താനായിട്ട് തീരുമാനിക്കുന്നത് എന്നാണ് 1919 തേർഡ് ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിന് ശേഷമാണ്. ഓക്കെ, ഇനി അങ്ങനെ അഫ്ഗാനിസ്ഥാൻ കിങ്ഡം ഓഫ് അഫ്ഗാനിസ്ഥാൻ ആയി 1926 ആയപ്പോൾ മാറുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് 1973 ആയപ്പോൾ തന്നെ. കാര്യം വിവിധ രാജാക്കന്മാർ തന്നെ അഫ്ഗാനിസ്ഥാൻ ഉള്ളിൽ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണ്, ഒരു സിവിൽ വാർ നടക്കുകയാണ്. അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാന്റെ ഈ പറയുന്ന അധികാരങ്ങൾ വിവിധ രാജാക്കന്മാരുടെ ഇടയിൽ മാറി മറിയുകയാണ്. പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസത്തിന്റെ വരവോടുകൂടി അഫ്ഗാനിസ്ഥാൻ 1979 സോവിയറ്റ് യൂണിയന്റെ കയ്യിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് റവല്യൂഷന്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങ് അഫ്ഗാനിസ്ഥാൻ വരെ എത്തി. അപ്പം ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ എതിർക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലനിരകളുള്ള സ്ഥലമാണ്, ഒരുപാട് എത്നിക് ട്രൈബ്സ് ഉള്ള സ്ഥലമാണ്. പഷ്തൂൺ, ഉസ്ബെക്സ്, മംഗോൾസ്, തുർക്സ് തുടങ്ങി വിവിധ തരം ട്രൈബുകളുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനെ എതിർക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനെ ഒരു പരിധിവരെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ എതിരാളി ആരാണ്, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുമുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ എത്നിക് ട്രൈബ്സ് അഫ്ഗാനിസ്ഥാനിൽ വളർന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെ വളർന്നു വന്ന ഒരു പഷ്തൂൺ വിഭാഗ ഒരു ഇൻസർജന്റ് ഗ്രൂപ്പാണ് ഇന്ന് നമ്മൾ കാണുന്ന താലിബാൻ എന്ന് പറയുന്നത്. 1979 ഈ സോവിയറ്റ് യൂണിയൻ ആരംഭിച്ച ഇൻവേഷൻ ഒരു 1989 നമുക്കറിയാം 90 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതനമാണ്. അപ്പോൾ അതിനുശേഷം അധികാരം അഫ്ഗാനിസ്ഥാന്റെ ഓൾമോസ്റ്റ് ഒരു 75% വരുന്ന അധികാരവും ആരുടെ കൈകളിലേക്ക് എത്തുന്നു, പഷ്തൂൺ ഇൻസർജന്റ് ഗ്രൂപ്പായ താലിബാന്റെ കൈകളിലേക്ക് എത്തുന്നു. എന്നിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് താലിബാന്റെ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2001 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ്, അല്ലെ? അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകരുകയും അൽ ഖ്വയ്ദ അതിന് കാരണമായി മാറുകയും ചെയ്തതോടുകൂടി അമേരിക്ക എന്ത് ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്യാനായിട്ട് മുതിരുന്നു. നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് 2001 US അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്യുകയാണ്.
പിന്നീട് അങ്ങോട്ട് 20 വർഷം 2021 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ കാണുന്നത് എന്താണ്? അമേരിക്കയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ഗവൺമെന്റ്, ഹമീദ് കർസായിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ ഇന്ത്യയും അമേരിക്കയും ഒക്കെ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നമുക്കും നല്ലതായിരുന്നു. ഇത്തരത്തിൽ എന്താണ് സമാധാനം ഏകദേശമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ പുനഃസ്ഥാപിക്കാനായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പതുക്കെ പതുക്കെ അഫ്ഗാനിസ്ഥാനിലെ പഴയ പഷ്തൂൺ ഇൻസർജന്റ് വിഭാഗമായ താലിബാൻ വീണ്ടും വളർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. 2020 ദോഹയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനിലെ ഇലക്ടഡ് ഗവൺമെന്റിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് താലിബാൻ അമേരിക്കയുമായിട്ട് ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിടണം, 2021 ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ട് ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണം എന്നതായിരുന്നു താലിബാൻ മുന്നോട്ട് വെച്ച ഒരാവശ്യം. അതുപോലെ തന്നെ താലിബാൻ പറഞ്ഞത് എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി മറ്റ് ഇൻസർജന്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ വേറെ ലോകത്ത് പുറത്തുള്ള മറ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് ഇവരിനി ഒരു രീതിയിലും ഇടപെടത്തില്ല, അഫ്ഗാനിസ്ഥാനിലെ മറ്റ് വിഭാഗങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെടാം എന്നതൊക്കെയായിരുന്നു താലിബാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം. അതിനോടൊപ്പം അവർ മറ്റൊരു ആവശ്യവും പറഞ്ഞു. 5000-ഓളം വരുന്ന താലിബാൻ ഇൻസർജന്റ് മെമ്പേഴ്സിനെ, വിവിധ അഫ്ഗാനിസ്ഥാൻ ജയിലിലുള്ളവരെ വിമോചിപ്പിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള രഹസ്യ സന്ധിയിലൂടെ US-ഉം എങ്ങനെയെങ്കിലും, അല്ലെ, ട്രംപ് ഒരു അധികാര മാറ്റമൊക്കെ വന്ന സമയത്ത് US-ന് എങ്ങനെയെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിഡ്രോ ചെയ്താൽ മതി. അതിനും സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. കാരണം ചൈനയുടെ വരവോടുകൂടി ലോകത്ത് മൊത്തത്തിൽ ഉള്ള ഒരു അറ്റൻഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ ഒക്കെ ഉള്ള റീജിയനിൽ നിന്ന് മാറി നമ്മുടെ ഇൻഡോ പസഫിക് റീജിയനിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യക്കും പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. ഇൻഡോ പസഫിക് റീജിയന്റെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന ലോകത്തിലൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഏതൊരു രാജ്യത്തിനും വളർച്ചയ്ക്ക് എക്കണോമിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പൊ അതിലേക്ക് നയിക്കുന്ന ഏകദേശം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ 1/4 ഗുഡ്സിന്റെ മൂവ്മെന്റും ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ് നടക്കുന്നത് വെള്ളത്തിലൂടെയാണ്, അല്ലെങ്കിൽ ത്രൂ വാട്ടർവേസ് ആണ്. അപ്പൊ അത് നമ്മുടെ ഇൻഡോ പസഫിക് റീജിയൻ, ഏകദേശം ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൂടെ കടന്നു പോകുന്നു. ചൈനയുടെ എമർജൻസ്, അങ്ങനെ ഇൻഡോ പസഫിക് റീജിയന് ഈ നൂറ്റാണ്ടിൽ കൈവന്ന പുതിയ പുതിയ എന്താണ് ഡൈമെൻഷൻസിലുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, വിവിധ മറ്റു കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഭീമമായിട്ടുള്ള നഷ്ടം US-ന് സംഭവിച്ചു സാമ്പത്തികമായിട്ട്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് US-ന് എങ്ങനെയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിഡ്രോ ചെയ്യണം എന്നതായിരുന്നു ആവശ്യം. അങ്ങനെ US പയ്യെ പയ്യെ നാറ്റോ സേനയും ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിഡ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ താലിബാൻ എന്ത് ചെയ്യുന്നു? ആ വിടവ് നികത്താനായിട്ട് കടന്നു വരികയും 2021 ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഇന്നും താലിബാൻ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ഇൻസർജന്റ് ഗ്രൂപ്പാണ്. ലോക രാജ്യങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ ആരും തന്നെ ഇന്നും താലിബാനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ കൗൺസിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ആണെങ്കിലും ടെക്നിക്കലി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ഈ താലിബാന്റെ ഭരണത്തോടു കൂടി, അല്ലെങ്കിൽ അവര് ഭരണം കൈയാളിയതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ വളരെ ഒരു റെഫ്യൂജി ക്രൈസിസ് തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആൾക്കാർ ലോകത്തെമ്പാടുമായിട്ട് റെഫ്യൂജീസ് ആയിട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിനും ഒരുപാട് സോഷ്യോ എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ട്. നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പഷ്തൂൺ വിഭാഗ ഇൻസർജന്റ് ഗ്രൂപ്പ് അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് നിലവിൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു സമാധാനം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഗവേർണൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്? തീർച്ചയായിട്ടും താലിബാൻ, അല്ലെ? താലിബാൻ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനിലെ എന്താണ് അവരുടെ പോപ്പുലേഷന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും എന്താണ്, ഈ പറയുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ തീർച്ചയായിട്ടും അവരും എന്താണ് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. വിവിധ എത്നിക് ട്രൈബ്സ്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിരവധി എത്നിക് ട്രൈബ്സ്, പഹാഡീസും ഒക്കെ എവിടെയും ഉണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്. അതേപോലെ തന്നെ നെയ്ബറിംഗ് കൺട്രീസ്, അല്ലെ? ഈ പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ നമ്മൾ കണ്ടു. പാകിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. ഇവിടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കാര്യം, നമ്മുടെ കാശ്മീരിലെ സമാധാനം, അല്ലെങ്കിൽ നിരവധി ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇത്തരത്തിൽ ഈ പറയുന്ന ചുറ്റുമുള്ള നെയ്ബറിംഗ് രാജ്യങ്ങൾ പല കാര്യങ്ങളിലും അഫ്ഗാനിസ്ഥാനിലെ സമാധാനം ഇവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരുന്നു. ഗ്ലോബൽ പ്ലെയേഴ്സ്, അല്ലെ?
US-ഉം റഷ്യയും സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഇന്ന് എന്താണ് റഷ്യ ലോകത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പവർ കേന്ദ്രമാകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അമേരിക്ക വരുന്നു. ഇപ്പുറത്താണെങ്കിൽ ചൈനയുടെ എമർജൻസ്. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഒരു നെർവ് സെന്റർ, ഒരു പവർ സെന്റർ എന്നുള്ള രീതിയിൽ അഫ്ഗാനിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചബഹാർ പോർട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഇറാനിലാണെന്ന് നമ്മൾ ഓർക്കണം. അതിനൊരു പ്രാധാന്യം എന്താണ്? നമ്മൾ ശരിക്കും മുൻപാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ കൈകളിലായിരുന്നപ്പോൾ നമുക്ക് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് നമുക്ക് ചബഹാർ പോർട്ടിലൂടെ അഫ്ഗാനിസ്ഥാൻ ത്രൂ സെൻട്രൽ ഏഷ്യ നമുക്ക് കണക്ടിവിറ്റി കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏതൊരു രാജ്യത്തിനും പുരോഗതി വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അപ്പൊ സമാധാനമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഉണ്ടെങ്കിൽ ഇന്ത്യക്കും എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, നമ്മുടെ സ്റ്റാൻ കൺട്രീസ് എന്ന് നമ്മൾ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്, ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഈ രാജ്യങ്ങളുമായിട്ട് നമുക്ക് എക്കണോമിക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് വഴിയൊരുങ്ങും. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും അല്ലെങ്കിൽ ഭരണം വീണ്ടും ഒരു സമാധാനപരമായി കൊണ്ടുപോകുന്നതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ഇത്ര പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ തകരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. US ഇത്തരത്തിൽ അവരുടെ ഒരു പവർ ഷിഫ്റ്റ്, അവരുടെ ഒരു ഫോക്കസിൽ ഷിഫ്റ്റ് വന്നു. പെട്ടെന്ന് US എന്ത് ചെയ്യുന്നു? അവരുടെ ഫോഴ്സസിനെ വിഡ്രോ ചെയ്യുന്നു. അതേപോലെ തന്നെ ഫൈറ്റിംഗ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ആർമി എന്ന് പറയുന്നത് US ട്രെയിൻഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആംസും റീഇംബേഴ്സ്മെന്റും ഒന്നും ഇല്ലാതായപ്പോ എന്ത് സംഭവിച്ചു? താലിബാൻ സൈനികർ വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? കീഴടങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അതേപോലെ തന്നെ അഫ്ഗാൻ പൊളിറ്റിക്സിൽ അല്ലെ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെങ്കിലും അവരുടെ ഇടയിൽ തന്നെയുള്ള സ്പ്ലിറ്റ്, അല്ലെങ്കിൽ അത് കൂടാതെ താലിബാൻ വന്നപ്പോൾ വിവിധ എത്നിക് ഗ്രൂപ്പ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും, ഇങ്ങനെയൊക്കെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇൻസ്റ്റബിലിറ്റിക്ക് പ്രധാനപ്പെട്ട റീസൺ ആണ്. ഇനി ഗ്ലോബൽ റീസൺസ് നോക്കിയാൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡില് US-ഉം റഷ്യയും ഇവർ തമ്മിലുള്ള പ്രോക്സി വാർസ് എന്ന് പറയുന്ന അല്ലെ, ഇവർ മറ്റു പലരെയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാനില് ദുരുപയോഗം നടത്തുന്ന ഒരു സാഹചര്യം. ടെററിസം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും നമ്മൾ കാണുന്നത് എന്താണ്? ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു എമർജൻസി ട്രെയിനിങ്ങും കാര്യങ്ങളും. അപ്പൊ അതും അഫ്ഗാനിസ്ഥാനിലെ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമായി. പിന്നെ ഇത്തരത്തിൽ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ US-ന്റെ ഒരു റാഡിക്കൽ ഷിഫ്റ്റ്, അവരുടെ ഫോക്കസ് ഇന്ന് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം എന്താണ്? ഇൻഡോ പസഫിക് റീജിയനിലെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അവരുടെ പോളിസികളിൽ. അപ്പൊ അതും തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള ഒരുപാട് റീസൺസ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമായിട്ട് മാറി. ഇനി അഫ്ഗാനിസ്ഥാന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന് പല ഡൈമെൻഷൻസ് ഉണ്ട് അല്ലെ. ജോഗ്രഫിക്കലായിട്ട്, എക്കണോമിക്കലായിട്ട്, സ്ട്രാറ്റജിക് ആയിട്ട്, പൊളിറ്റിക്കലായിട്ട്. നമ്മൾ എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ, എക്കണോമിക്കലായിട്ട് പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അബണ്ടന്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ്. കോപ്പർ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ നിരവധി റിസോഴ്സസ് അല്ലെങ്കിൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാൻ. 2, ലാൻഡ് റൂട്ട് ടു സെൻട്രൽ ഏഷ്യ. നമ്മൾ മുൻപ് മാപ്പിൽ കാണിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ, ഇന്ത്യക്ക് ഒരു ശത്രുത നിലനിൽക്കുന്ന പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക്, റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള സെൻട്രൽ ഏഷ്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ ത്രൂ കണക്ടിവിറ്റി കിട്ടും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല. ഇനി തന്ത്രപരമായി നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ്? സൗത്ത് ഏഷ്യ ടു സെൻട്രൽ ഏഷ്യ, നമ്മൾ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അല്ലെങ്കിൽ അഷ്ഗാബട്ട് എഗ്രിമെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യ നിരവധി എഗ്രിമെന്റിൽ ഇന്ത്യ ഭാഗമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഈ സെൻട്രൽ ഏഷ്യയിലേക്ക്, നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി സെൻട്രൽ ഏഷ്യയുമായിട്ട് നമുക്കൊരു സന്ധി വേണം, ഒരു കണക്ടിവിറ്റി വേണം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോക്സി വാർസ് അല്ലെ, സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഈ പറയുന്ന സുന്നി ഷിയ വിഭാഗങ്ങൾ 2 മേജറായിട്ടുള്ള രാജ്യങ്ങളാണ് സൗദിയും ഇറാനും എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അവരും ഇറാനൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ രാജ്യമാണ്. അപ്പൊ അത്തരത്തിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോക്സി പ്ലേ നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. US-ന്റെയും റഷ്യയുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസിന് വേണ്ടി, അഫ്ഗാനിസ്ഥാന്റെ ഒരു സ്വാധീനത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. US-ഉം ചൈനയും റഷ്യയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാപ്പ് ഇൻ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ,
ടാപ്പി സ്റ്റാൻഡ്സ് ഫോർ തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ. അപ്പൊ 1995 തുർക്ക്മെനിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ച ഒരു നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനെയാണ് ടാപ്പി എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് ആ പ്രോജക്റ്റ് ഏകദേശം കംപ്ലീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഏത് വഴിയാണ് കടന്നു പോകുന്നത്? അഫ്ഗാനിസ്ഥാൻ വഴിയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഗ്യാസിന് ഇനി അങ്ങോട്ട് നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് താനും. ഇനി കാശ്മീരിലെ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി, പണ്ട് അല്ലെങ്കിൽ കുറച്ചു നാൾ മുൻപ് കാശ്മീരിൽ ഇൻസർജൻസി ഏറ്റവും പീക്കിൽ നിന്ന സമയത്ത് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ എല്ലാം ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റുകൾ കൂടുതലായിട്ടും ട്രെയിനിങ് നടത്തിയിരുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിരുന്നു. അപ്പം കാശ്മീരിന്റെ സമാധാനം അല്ലെങ്കിൽ കാശ്മീരിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ള സ്റ്റാറ്റസ് ക്വോ നിലനിർത്തുക എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ആയിട്ടുള്ള സന്ധി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് കൾച്ചറൽ ലിങ്ക്സ്. നമ്മൾ ഓൾറെഡി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏൻഷ്യന്റ് സിൽക്ക് റൂട്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടും കൾച്ചറലായിട്ടും ഒക്കെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുമായിട്ട് നമ്മൾ പണ്ട് നമ്മുടെ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടം തൊട്ട് നമ്മൾ റിലേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാന് അർഹിക്കുന്ന പ്രാധാന്യം തന്നെയുണ്ട്. ഇനി നമ്മൾ പറയുന്ന എന്തൊക്കെയാണ് മേജർ ചലഞ്ചസ്, അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, താലിബാൻ വന്നതോടുകൂടി അവിടെ എന്താണ് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പിന്നെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം ഇല്ലാത്ത, ലിബർട്ടി ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വന്നു. മനുഷ്യാവകാശ ധ്വംസനങ്ങൾ വന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ ഒരു ആർബിട്രറി സ്റ്റേറ്റ്, അവർ മാത്രം ഒരു ഏകാധിപതിയെ പോലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിന് എതിരായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് നേഷൻ എന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. മിലിറ്ററി വാക്വം അല്ലെ, നമ്മൾ കാണുന്നത് എന്താണ്? US അല്ലെങ്കിൽ US ട്രെയിൻഡ് ഫോഴ്സസ് മാറിയതിനു ശേഷം താലിബാന്റെ സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസർജൻസ് ആണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അവിടെ ഒരു മിലിറ്ററി വാക്വം ഉണ്ട്. അത് ഏത് നിമിഷവും നികത്താൻ വേറെ ആരെങ്കിലും ഇടപെടാം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തീർച്ചയായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഈവൻ ദോ പുതിയ താലിബാൻ ഗവൺമെന്റ് എന്താണ് ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട ഇല്ലീഗൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അഫ്ഗാനിസ്ഥാനിൽ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും എന്താണ് മേജറായിട്ട് ലോകത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ ബോർഡറാണ്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് മാപ്പിൽ കാണിച്ചു തരാം. ഇനി എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ തകരുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യ ഭീമമായ തുക അഫ്ഗാനിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഫ്ഗാനിസ്ഥാന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അഫ്ഗാനിസ്ഥാന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, അഫ്ഗാനിസ്ഥാൻ പാർലമെന്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ് സരഞ്ച് ദലാരം ഹൈവേ. ഈ ചബഹാർ പോർട്ടിൽ നിന്നും ഇറാനെയും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു ഹൈവേ, അതിനെയാണ് നമ്മൾ സരഞ്ച് ദലാരം ഹൈവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ജലമാർഗം ചബഹാർ പോർട്ട് വരെ ഗുഡ്സ് കൊണ്ടുചെല്ലുന്നു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രെയിൻ അല്ലെങ്കിൽ റോഡ് മാർഗം അഫ്ഗാനിസ്ഥാൻ ത്രൂ സെൻട്രൽ ഏഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചബഹാർ പോർട്ടിൽ നിന്നും ഗുഡ്സ് കൊണ്ടുപോകാനായിട്ട് സരഞ്ച് ദലാരം ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ചബഹാർ പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം, അഫ്ഗാനിസ്ഥാനിലെ ഇറിഗേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഡാം ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് തന്നെ സൽമ ഡാം എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഭീകരമായിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കൊരു നഷ്ടമായി മാറുമോ താലിബാൻ വന്നപ്പോൾ എന്നതാണ് എക്കണോമിക് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ക്രൈസിസ് അല്ലെ, എന്താണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലാതെ ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി. അപ്പൊ ഇതൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും തീർച്ചയായിട്ടും ഇന്ത്യയും പിന്നോട്ട് തിരിപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് ഇന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ഈ പ്രശ്നങ്ങൾ കാരണം നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ കൺസേൺസ് ആണ്. ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി? തീർച്ചയായിട്ടും ഇന്ത്യ ആദ്യം തൊട്ടേ പറയുന്നത് എന്താണ്? അഫ്ഗാനിസ്ഥാന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സമാധാനത്തിന് ആവശ്യം അഫ്ഗാൻ ലെഡ്, അഫ്ഗാൻ ഓൺഡ് ആൻഡ് അഫ്ഗാൻ കൺട്രോൾഡ് പീസ് പ്രോസസ്.
അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങി വന്ന് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ഇടപെട്ട് എന്ത് ചെയ്യണം, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. അപ്പൊ തീർച്ചയായിട്ടും താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. അവിടുത്തെ ജനങ്ങളിൽ തന്നെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് അവരെ എപ്പോഴും എന്താണ് മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ട്രാക്ക് ടു ഡിപ്ലോമസി അല്ലെങ്കിൽ അവരെ എന്താണ് നമ്മൾ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് നമ്മൾ ഇന്ന് മീറ്റിംഗ് നടത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തന്ത്രപരമായിട്ട് എന്താണ് അഫ്ഗാനിസ്ഥാന്റെ സമാധാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അതിന് ഇത്തരത്തിൽ അവിടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും താലിബാനുമായിട്ടും നമ്മൾ ചർച്ച നടത്തണം. ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അവിടെ ഡെവലപ്മെന്റ് പ്രോസസ്സുകളിൽ ഇന്ത്യയും ഏർപ്പെടണം. പിന്നെ ഇത്തരത്തിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അല്ലെ, സാർക്ക് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ ഓർഗനൈസേഷൻ, SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പൊ SCOയിൽ അഫ്ഗാനിസ്ഥാൻ അസോസിയേറ്റ് മെമ്പർ ആണ്, സാർക്കിൽ അഫ്ഗാനിസ്ഥാൻ മെമ്പർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം, വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അഫ്ഗാനിസ്ഥാനിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തി അഫ്ഗാനിസ്ഥാനിലെയും താലിബാൻ അല്ലെങ്കിൽ മറ്റ് എത്നിക് ട്രൈബ്സുമായിട്ട് ചർച്ച നടത്തി അവിടെ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് അഫ്ഗാനിസ്ഥാന്റെ ഇത്തരത്തിൽ അല്ലെ ഈ പറയുന്ന ഒരു സമകാലിക കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ചർച്ച ചെയ്തു. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ട്രീറ്റി ഓഫ് ഗന്ദാമക്. അപ്പൊ ട്രീറ്റി ഓഫ് ഗന്ദാമക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ 1979 അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റും അഫ്ഗാനിസ്ഥാനിലെ എംപയറുമായിട്ട് ചേർന്ന ഒരു ട്രീറ്റി, അവർ തമ്മിൽ ഒപ്പുവെച്ച ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ഗന്ദാമക് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ട്രീറ്റി ഓഫ് സഗോളി, ട്രീറ്റി ഓഫ് എൻഡബോ, ട്രീറ്റി ഓഫ് ഗന്ദാമക് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കാര്യം നമുക്ക് സിലബസിൽ എന്തുണ്ട്, മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാലഘട്ടവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ട്രീറ്റി ഓഫ് ഗന്ദാമക് നമ്മൾ ഓർക്കേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ എംപയേഴ്സും തമ്മിൽ സൈൻ ചെയ്ത ഒരു ട്രീറ്റി ആയിരുന്നു ട്രീറ്റി ഓഫ് ഗന്ദാമക്. അടുത്തത് ഡുറന്റ് ലൈൻ. ഇപ്പൊ ഡുറന്റ് ലൈൻ എന്ന് പറയുന്നത് 1893 അന്നത്തെ നമ്മുടെ ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്ന മോർട്ടിമർ ഡ്യൂറന്റ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ബോർഡർ, ഓക്കെ, അഫ്ഗാനിസ്ഥാനും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇന്റർനാഷണൽ ബോർഡർ വേർതിരിച്ചതിനെയാണ് ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ശരിക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള നമുക്ക് ഈ റെഡ് ലൈനിൽ കാണാം. അപ്പൊ അവരുടെ അതിർത്തിയാണ്, ഇന്റർനാഷണൽ ബോർഡർ ആണ് ഡ്യൂറന്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് വാർത്തകളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയണം ഈ പറയുന്ന നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള എന്താണ് ഇന്റർനാഷണൽ ബോർഡറിന്റെ പേരെന്താണ്. അത് കൂടാതെ തന്നെ എന്താണ്, ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്താണ് 1893 ഡ്യൂറന്റ് ലൈൻ നിലവിൽ വരുന്നത്. ഇനി എന്താണ് ഗോൾഡൻ ക്രസന്റ്? നമ്മൾ മുമ്പ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒപ്പിയം പ്രൊഡക്ഷൻ നടത്തുന്ന രണ്ട് പ്രധാന സ്ഥലങ്ങളെ അമേരിക്കയുടെ ചാരസംഘടനയായ CIA ഒക്കെ വിളിച്ചതാണ്, ഈ നൊട്ടോറിയസ് റീജിയൻസിനെ വിളിച്ചതാണ് ഗോൾഡൻ ക്രസന്റ് എന്നും ഗോൾഡൻ ട്രയാങ്കിൾ എന്നും. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട്, ഏഷ്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഗോൾഡൻ ട്രയാങ്കിൾ. വിയറ്റ്നാം, ബർമ, തായ്ലൻഡ്, ലാവോസ് ഒക്കെയാണ് ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളുടെ ആ ഒരു ബോർഡറിലോടാണ് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ആയിട്ട് എന്താണ് ഒപ്പിയം മൂവ്മെന്റ്, ഗുഡ്സിന്റെ മൂവ്മെന്റും ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വാർത്തയിൽ വരുമ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇത് നാളെ നമുക്ക് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ ചോദ്യം വരാം. കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചോദ്യം വരാം. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ചോദ്യം വരാം. പൊളിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് ചോദ്യം വരാം. എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്ത് ചോദ്യം വരാം. അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ സിലബസ് നമ്മളൊന്ന് വിശകലനം നടത്തുക. സിലബസിനെ പറ്റി നമ്മളൊന്ന് ഓർക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച്. ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു, അത് കേവലം ഹിസ്റ്ററിക്ക് മാത്രമായിട്ടോ പൊളിറ്റിക്ക് മാത്രമായിട്ടോ എക്കണോമിക്സിന് മാത്രമായിട്ടോ അല്ല. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെ എല്ലാ ഡയമെൻഷനിലും നമുക്ക് സബ്ജക്റ്റിലെ വിവിധമായിട്ടുള്ള ഓവർലാപ്പിംഗ് ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് ആ പാഠഭാഗത്തെ അല്ലെങ്കിൽ ആ കറണ്ട് അഫയേഴ്സിൽ വന്ന ടോപ്പിക്കിനെ അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനെ നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അഥവാ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞതിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം തരാം.
ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വഖാൻ കോറിഡോർ. വഖാൻ കോറിഡോർ എന്ന് പറയുന്നതും വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇതൊരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്, ഒരു ചെറിയ ലാൻഡ് പ്രദേശമാണ്. ആരൊക്കെ തമ്മിലുള്ള? അഫ്ഗാനിസ്ഥാനും ചൈനയുടെ ഷിങ്ജിയാൻ പ്രൊവിൻസിനും ഇടയിലുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്. അതാണ് എന്തറിയപ്പെടുന്നത്? വഖാൻ കോറിഡോർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിൽ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ നമുക്ക് ചോദ്യം വരാം. ഇപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുക. ഹിസ്റ്ററി, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ സിലബസിൽ ശരിക്കും വരുന്നത് നമുക്ക് മോഡേൺ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഫോറിൻ പോളിസി എന്ന് പറയുന്ന പ്രിലിംസിന്റെ ടോപ്പിക്കിലുണ്ട്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ ഇൻഫ്ലുവൻസ് വരും. അത് കൂടാതെ തന്നെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്താണ്, മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ സബ്ജക്റ്റിലെ വിവിധ ടോപ്പിക്കുകളിൽ എന്ത് വരാം? അത് കണക്ഷൻ വരാം. അപ്പൊ ഇവിടെ ഉദാഹരണം, കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. നമുക്ക് 3 പെയേഴ്സ് തന്നിട്ടുണ്ട്. ചില ട്രീറ്റീസും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരുമായിട്ട് സൈൻ ചെയ്തു എന്നതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള കോഡ്സ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന തന്നിരിക്കുന്ന ട്രീറ്റി നോക്കുക. ട്രീറ്റി ഓഫ് ഗന്താമക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അഫ്ഗാനിസ്ഥാനുമായിട്ട് സൈൻ ചെയ്തിരുന്ന ട്രീറ്റി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ബർമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. ട്രീറ്റി ഓഫ് സഗോളി എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാളിലെ അന്നത്തെ രാജാവുമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റിയാണ്. അപ്പൊ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് എൻഡബോ. ട്രീറ്റി ഓഫ് എൻഡബോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അന്നത്തെ ബർമ, ഇന്നത്തെ മ്യാൻമാറുമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റി ആയിരുന്നു. അപ്പൊ ഇവിടെ അഫ്ഗാനിസ്ഥാനിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്താണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസ് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 2 only ആണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പല സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് ഇത് പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ടോപ്പിക്ക് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ സിലബസിലെ ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ്. നമുക്കൊന്ന് സബ്ജക്ട് മനസ്സിലാക്കുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്കൊരു അനാലിസിസ്, ഒരു തീരുമാനമെടുക്കാനും ഒന്ന് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു അപ്രോച്ചിലൂടെ സാധിക്കും എന്നതാണ് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ ഇത് നമുക്ക് ജോഗ്രഫിയായിട്ട് കണക്ട് ചെയ്യാം. വഖാൻ കോറിഡോർ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് എന്നാണ് നമ്മൾ കണ്ടു. അഫ്ഗാനിസ്ഥാനും ചൈനയുടെ ഷിങ്ജിയാൻ പ്രൊവിൻസിനും ഇടയിലുള്ള സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് വഖാൻ കോറിഡോർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. അപ്പൊ ഇത്തരത്തിൽ ഹിസ്റ്ററി എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടു, ജോഗ്രഫി എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഇത് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വിച്ച് among the following is the list of all countries which are members of SAARC? അപ്പൊ സാർക്ക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇന്ത്യ ഉൾപ്പെടുന്ന ഓർഗനൈസേഷനിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാവരും മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ സാർക്കിലില്ല. ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ, മ്യാൻമാർ. എഗെയിൻ മ്യാൻമാർ സാർക്കിലില്ല. മാൽദീവ്സ്, ഭൂട്ടാൻ, ഇന്ത്യ, തായ്ലൻഡ് സാർക്കിലില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് മാക്സിമം എത്രത്തോളം ടോപ്പിക്കുകൾ പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് അവ ഓർത്തിരിക്കാനും സാധിക്കും. ഫലപ്രദമായിട്ട് എക്സാമിന് അത് ശരിയാക്കാനും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇവിടെയും ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം എന്താണ് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടത്. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനെ നമ്മൾ വിശകലനം നടത്തേണ്ടത് സിലബസിനനുസരിച്ച് എല്ലാ ആംഗിളിലും വിശകലനം നടത്തുക. അപ്പോൾ നമുക്ക് വിവിധ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ആവേശത്തോടെ, നമുക്ക് സന്തോഷത്തോടെ പഠിക്കാനും ഓർക്കാനും പരീക്ഷയ്ക്ക് മാർക്ക് നേടുവാനും സാധിക്കും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സ്റ്റാറ്റിക് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ അല്ലെങ്കിൽ ഒരു വാർത്ത വരുമ്പോഴാണ് ആ സബ്ജക്റ്റിൽ നിന്ന് പോലും ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാനായിട്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ടെലഗ്രാം ചാനൽ എൻ്റെ ഉണ്ട്. പേപ്പർ റോസ്റ്റ് എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് അതിൽ ഷെയർ ചെയ്യാറുമുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തൂ. ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്